ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. ദൈവത്തിന്റെ സ്വരമായ വചനത്തിലൂടെ നമുക്ക് യേശുവിനെ ശ്രവിക്കാൻ സാധിച്ച ഈ നല്ല നിമിഷത്തിന് നന്ദിയുള്ളവരായിരിക്കാം. മാതാവിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മളിതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് വചനം എടുക്കുന്നത്. മാർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. മാർക്കോസ് 9:17. ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവന് ആവേശിച്ചിരിക്കുന്നു. അതെവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലു കടിക്കുകയും നുരയും പതിയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അവൻ അവരോട് പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അവൻ നിലത്ത് വീണ് ഉരുളുകയും അവന്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. യേശു അവന്റെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ. പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പോൾ ഈ ഒരു വചനത്തിലേക്കാണ് നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര വായിച്ചത്. കാരണം ഇതൊരു നല്ലൊരു പ്രാർത്ഥനയാണ്. നമുക്ക് പലപ്പോഴും ദൈവത്തിലോട്ടുള്ള ട്രസ്റ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരു വചനമാണ്. അതായത് മാർക്കോസ് 9:24, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. നമ്മളെ വിശ്വസിപ്പിക്കാൻ സഹായിക്കുന്നതും യേശു തന്നെയാണ്. യേശുവിൽ വിശ്വസിക്കാൻ നമ്മളെ സഹായിക്കുന്നതും യേശു തന്നെയാണ്. അറിയാലോ, അതായത് പിതാവിൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ യേശുവിലേക്ക് അടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത്, നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് വഴിയൊരുക്കുന്നത് എല്ലാതും യേശു തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബോധ്യത്തിൽ വേണം യേശുവിനെ സമീപിക്കാൻ. ദൈവമേ, അങ്ങ് വേണം എന്നെ അങ്ങയിലേക്കുള്ള ആ നോട്ടത്തെ നിലനിർത്താൻ. അങ്ങ് വേണം അങ്ങയിലേക്കുള്ള എൻ്റെ കാതുകളെ നിലനിർത്താൻ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് യേശു ഇറങ്ങി വരും. നമുക്ക് വിശ്വസിക്കാൻ ഒരു തടസ്സം ഉണ്ടാവില്ല. നമ്മുടെ ഭൗതികവും ആത്മീയവുമായ എല്ലാ ആഗ്രഹങ്ങളും യേശു നടത്തിത്തരും. ദൈവം നമുക്ക് വേണ്ടി സജ്ജമാക്കിയ ആ വലിയ സൗഭാഗ്യമായ യേശുവും പരിശുദ്ധാത്മാവായ സഹായകനെയും നമുക്ക് ദൈവം അയച്ചു തന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. നമുക്ക് ആമേൻ പറയാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇറങ്ങി വന്നിട്ട് നിൽക്കട്ടെ. ആമേൻ.